ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഓണ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത്. എണീറ്റപ്പോൾ തൊട്ട് കേൾക്കൽ തുടങ്ങിയതാണ് പുറത്തുനിന്ന് നല്ല മഴ പെയ്യുന്ന സൗണ്ട്. അപ്പോൾ പിന്നെ നേരെ സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. പുറത്ത് നല്ല മഴക്കാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നു. സ്കൂളുള്ള ദിവസങ്ങളിലൊന്നും ഇതുപോലെ രാവിലെ വന്നിരിക്കാൻ പറ്റൂലല്ലോ. അല്ലെങ്കിലും മഴ പെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ അത് വേറൊരു രസം തന്നെയാണ്. പുറത്തുള്ള ചെടികളൊക്കെ നല്ല ഉഷാറായി മഴ നനയുന്ന കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് കരുതി. വെള്ളതാ ഇതുപോലെ തളിച്ചു കൊടുത്തുകൊണ്ടാണ് ഞാൻ നനയ്ക്കുന്നത്. അവർക്കൊരു മഴ നനഞ്ഞ ഫീൽ ഉണ്ടായിക്കോട്ടെ. എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും വെള്ളം നനച്ച് കുറച്ച് ടൈം അങ്ങനെ പോയി. അടുത്തത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഇന്ന് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നല്ല ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹോം മെയ്ഡ് ഷവർമ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഷവർമേൻ്റെ ബേസായിട്ട് ചപ്പാത്തി ചുടുന്നുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് വറുത്തെടുക്കുന്നുണ്ട്, പിന്നെ ചിക്കൻക്ക് പുരട്ടി വെക്കാനുള്ള മസാലയാണിത്. ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക് പൊടി, ഏലക്ക, പട്ട, ഗ്രാമ്പൂ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് 2 സ്പൂൺ തൈരും ചേർത്തിട്ടാണ് ഈ ഒരു മസാല തയ്യാറാക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എന്നിട്ടത് ചിക്കനിൽ പുരട്ടി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി, മസാലയിൽ വെളുത്തുള്ളി കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് 2 സ്പൂണ് വെളുത്ത എള്ള് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നതാണ്. പിന്നീട് അതൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് മയോണൈസ്, വെളുത്തുള്ളി, തൈര്, കുറച്ച് പാൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് റെഡിമെയ്ഡ് മയോണൈസാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താൽ കിട്ടുന്ന ആ ഒരു ക്രീമി ടെക്സ്ചറായ വൈറ്റ് സോസാണ് ഈ ഒരു ഷവർമയിലെ ഏറ്റവും ടേസ്റ്റായ സംഭവം കേട്ടോ. ഇനി ഇത് കൂടാതെ ഒരു റെഡ് സോസും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. കണ്ട, ഇതൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുള്ളത്. ഇനി റെഡ് സോസ് ഉണ്ടാക്കാനായിട്ട് വെളുത്തുള്ളി, സവാളയുടെ പകുതി, ചുവന്നമുളക്, ടൊമാറ്റോ സോസ്, ഒലിവ് ഓയിൽ ഇത്രയും സാധനം എല്ലാം കൂടെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താൽ റെഡ് സോസും റെഡിയായി. അടുത്തത് ഓയിലിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഷവർമൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ക്യാരറ്റ്, കുക്കുംബറൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊരു സാലഡ് രൂപത്തിൽ ആക്കുന്നുണ്ട്. ഇനി ഒരു ചപ്പാത്തി എടുക്കുക, അതിലേക്ക് തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ്ങും സോസൊക്കെ ചേർത്ത് ഷവർമ പോലെ തന്നെ റോൾ ചെയ്തെടുക്കുക. ഇത്രയും സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഉണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റി ഷവർമയുടെ റെസിപ്പിയാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ പണി. കുട്ടികൾക്കൊക്കെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാവും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇത് തികഞ്ഞിട്ടില്ല. ലാസ്റ്റത്തെ ഒരു പീസ് ആരെടുക്കും എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരം വീട്ടിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉച്ചക്കത്തേക്ക് ഇനി കഞ്ഞിയും പയറും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. രാവിലെ ഷവർമൊക്കെ ഉണ്ടാക്കിയതിന് ഉച്ചക്കത്തേക്ക് കഞ്ഞിയും പയറും ഹെൽത്തി ഫുഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു.
ഉച്ചത്തേക്കുണ്ടാക്കുന്ന ഈ ഒരു ഫുഡ് മഴയുടെ മൂഡിന് മാച്ചായ ലഞ്ചാണ്. നല്ല ചൂടുള്ള കഞ്ഞിയും പയറും, അതും ഈ ഒരു റെയിനി ഡേയ്സിൽ. ഇതിലും കംഫർട്ടബിളായ ഒരു കോമ്പിനേഷൻ വേറെ ഉണ്ടോ എനിക്കറിയില്ല. എനിക്കെന്തായാലും കഞ്ഞിനോട് വലിയ താല്പര്യമില്ല, ഞാൻ ഈ പയറ് മാത്രം കഴിക്കുള്ളൂ. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് കിട്ടിയിരുന്ന ആ ഒരു പയറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഉള്ളവർക്ക് കഞ്ഞിയും പയറൊക്കെ ഇഷ്ടമാണ്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ജിമ്മിലേക്ക് പോകാൻ റെഡിയായി. മഴയുള്ള ദിവസമായതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന കാര്യം ആലോചിച്ചപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിലങ്ങ് പോയി. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഫോണിൽ കറക്റ്റായിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കണത് കണ്ടത്. അപ്പോൾ പിന്നെ നേരെ കിച്ചണിലോട്ട് പോയി അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. പഴവും ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ ഐറ്റം. അങ്ങനെ സ്നാക്സൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കിനും മഗ്‌രിബാങ്ക് കൊടുത്ത്. അങ്ങനെ ഇപ്പോൾ ദാ ഫ്രഷ് ആവലും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കഴിക്കാനിരിക്കുന്നത്. ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന് ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ കംപ്ലീറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ വാഴൻ്റെ ഇലയിലും പപ്പടമൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് ഇത് കഴിക്കണത്. അങ്ങനെ മഴയും നല്ല ഫുഡും കുറച്ച് സെൽഫ് കെയറും ജിമ്മൊക്കെ ആയി എൻ്റെ ഒരു സിമ്പിൾ ഓണം വെക്കേഷൻ ഡേ ഇവിടെ അവസാനിക്കുകയാണ്. സംടൈംസ് വലിയ പ്ലാൻസ് ഒന്നും വേണ്ട, ഒരു നല്ല മഴ, വീട്ടിലെ കുറച്ച് മൊമെൻറ്റ്സ്, ഇഷ്ടപ്പെട്ട ഫുഡ്, ഇത്രയും മതി ഒരു ദിവസം മനോഹരമാക്കാൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലിറ്റിൽ റെയിനി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും.